ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ മഴ തുടങ്ങിയിട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇതുവരെ നല്ല മൂടലേനി. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഓണാക്കുമ്പോൾ മഴയുടെ പെയ്യൽ തുടങ്ങി. അപ്പോൾ അതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ സ്റ്റെപ്പ് അതാട്ടെ ഞങ്ങളെ റോഡ്. വണ്ടിയൊക്കെ പോകണ സൗണ്ടേ കേൾക്കുള്ളൂ, വണ്ടി കാണൂല. അപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ചെറുതായിട്ടും അല്ല. ഇന്ന് വല്ലാതെ മഴ പെയ്തില്ല കേട്ടോ. ഇന്ന് ഉച്ചക്കൊക്കെ വെയിലേനി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തിരുമ്പിയതൊക്കെ ഉണങ്ങി. ഇന്ന് തിരുമ്പിയതല്ല കേട്ടോ, ഇന്നലെ തിരുമ്പിയതൊക്കെ ഇങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ നിൽക്കേനി. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഒന്നായിട്ട് വെയിലിട്ടിയപ്പോൾ ഒക്കെ ഇങ്ങനെ വെയിലത്തേക്ക് ഇട്ടിട്ട് ഉണക്കിയെടുത്ത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു മഴയാണ് പെയ്യും, പിന്നെ ഒരു വെയിലിറക്കും, ഒരു മഴ പെയ്യും, വെയിലിറക്കും. അപ്പോൾ നമ്മൾ ഇട്ട് അപ്പം തന്നെ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് നേരം ഇങ്ങനെ വെയിൽ പോവാതെ നിന്നതിനോട് ഇന്നലത്തതൊക്കെ ഉണങ്ങി. മിഞ്ഞാത്തൊക്കെ ഉണങ്ങി. ഇനി ഇന്നത്തെ ഉണങ്ങാൻ ബാക്കിയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും മഴ തുടങ്ങി. പിന്നെ വൈകുന്നേരമായിട്ടോ. ഞങ്ങൾ ഇന്ന് മൊത്തത്തിൽ നേരെ വൈകിട്ടോ. പണിയൊക്കെ ഞങ്ങൾ രാവിലെ മുതൽ തന്നെ ഒക്കെ നേരെ വൈകിയുണ്ട്. രാവിലെ ചായക്കടി നേരെ വൈകി, അതിൻ്റെ ശേഷം പിന്നെ ഒക്കെ അങ്ങോട്ട് നേരെ വൈകി. അപ്പോൾ ഇന്ന് പണി ചെയ്യാനും കുളി ചെയ്യാനും ഒക്കെ നേരം വൈകി. ഞങ്ങൾ വൈകുന്നേരം 3:30 കഴിഞ്ഞിട്ടുണ്ടാവും ചോറുന്നപ്പോൾ. കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്നപ്പോൾ നല്ലോണം നേരെ വൈകി. എന്താ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞടിച്ചാണ്ട് വെറുതെ നേരെ വൈകി. ചില ദിവസം അങ്ങനെ കേട്ടോ. ചില ദിവസം അതിന് വേണ്ടി പെട്ടെന്ന് പണിയൊക്കെ കഴിയും. ചില ദിവസമാണെങ്കിലോ നല്ലോണം നേരെ വൈകിയതിനോട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ നേരെ വൈകിയല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോയും കൂടി എടുക്കാൻ നിന്നാൽ പിന്നെ പറയും വേണ്ട. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നേരം വെക്കും. ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചാലും ഇങ്ങോട്ട് പിടിച്ചാലും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കലും ഒക്കെ കൂടി ആകുമ്പോൾ വീണ്ടും നേരം വെക്കും. അപ്പം പിന്നെ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചാൽ. ആ പഴം വെച്ചാണ്ടില്ലേ, പഴം ഇങ്ങനെ വാട്ടിക്കാണ്ട് അതിക്ക് ഐസ്ക്രീം ഇട്ട് തിന്നൂലേ, അത് ഇന്നലെ ഐസമോള് അങ്ങാടി പോയപ്പോൾ ഐസ്ക്രീം ആണോ എന്ന് പറഞ്ഞ് വാങ്ങിയത്. ഞാൻ ഒന്നേ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. ഒക്കെപ്പാടെ 2 വാങ്ങിയത്. അപ്പോൾ ഒന്ന് കൊടുത്ത് ഒന്ന് എടുത്ത് വെച്ച്. അപ്പോൾ അതുണ്ട്. അപ്പം അതിനോട് നമുക്ക് ഒരു പഴം വെച്ചാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാവും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം അത് വാട്ടാനും വേണ്ടിക്കാണ്ട് ഞാനില്ലേ ഒരു പഴത്തിനുണ്ടോ ഇങ്ങനെ അരിഞ്ഞിന് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും ചിരകി വെച്ചിന്, ഒരു പഴത്തിന് അരിഞ്ഞ്. ഈ ചട്ടി വെച്ചാണ്ട് ഇതൊന്ന് വാട്ടണം. നമ്മളെ ചട്ടി വെച്ച് ചട്ടിയിൽ കുറച്ച് നെയ്യാക്കി കൊടുത്ത് ഉമ്മാൻ്റെ ഇൻ്റെ റബ്ബേ എന്നുള്ളൊരു നിലവിളി ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഉമ്മാൻ്റെ ഓയിൽ എടുത്തോണ്ട് ഇതിലൊക്കെ ചിന്തിക്കണ്. അപ്പോൾ ഇതാക്കണ ഇതിലൊക്കെ ചിന്തിക്കാണ്ട് നിൽക്കണ നിപ്പ് കണ്ടില്ല. ഞാൻ അതിൽ ചവിട്ടിയുണ്ടെങ്കിൽ വളിക്കെടുക്കും കാലുമലൊക്കെ. അതാ വില്ലത്തി. നമ്മളെ പഴം ഞാൻ വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ. ഇന്നലത്തെ പുഡിങ് ടേസ്റ്റ് ഉണ്ടായിനി. ഇന്ന് നേരെ വെളുത്തപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയിട്ടോ. നല്ലോണം അങ്ങോട്ട് സെറ്റായപ്പോൾ അപ്പം പിന്നെ ഞങ്ങൾ നേരെ വെളുത്താര തിന്നു. അപ്പം ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ശർക്കര ഇടണോലും ഉണ്ട് കേട്ടോ. ഇത് ഏതാ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. മേക്കിടണ്ട, കൈ പൊള്ളി ഓർമ്മയില്ല മോളെ. ഓളായിട്ട് കൂട് പണിക്കുന്ന കേട്ടോ. ഓളെ കൈയൊക്കെ അടുത്ത് പൊള്ളും ചെയ്യും. പഞ്ചസാര അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആയിട്ട് പഞ്ചസാര ഇട്ടെന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താട്ടണ അതിൽ കൂട്ടിയായിട്ട് ഇളക്കുക തന്നെ, അല്ല എന്താട്ടണ. പിന്നെ ഇനി പൊയ്ക്കച്ച് പഞ്ചസാര ഇടാൻ വേണ്ടി. ഇനി നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് അപ്പം ഈ ശർക്കരയാണോ പഞ്ചസാരയാണോ ടേസ്റ്റ് എന്ന് അറിയൂല കേട്ടോ. ഞാൻ ഇപ്പം ഏതായാലും പഞ്ചസാര ഇട്ടെ. ശർക്കര ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നി പഞ്ചസാര ആവുമോ ടേസ്റ്റ് തോന്നി. ഞാനിങ്ങനെ ചിലവരൊക്കെ അല്ലേ ശർക്കര ഇടണം കാണാണ്ട്, ചിലവർ പഞ്ചസാര ഇടണം കാണാണ്ട്. അപ്പം ഏതാ നമുക്കറിയില്ല. ഞാനേതായാലും പഞ്ചസാരയാണ് ഇട്ടത്. ഇനി എന്താവും എന്നറിയില്ല, ടേസ്റ്റ് ഉണ്ടാവുമോ. തേങ്ങ ഞാൻ ചിരകിയത് ഏറിയിട്ടു. ഇത്ര തേങ്ങ ഒന്നും വേണ്ട.
ആ ചട്ടിമക്ക് തട്ടിക്കാണ്ട് പൊള്ളണ്ട കേട്ടോ ഇസ. ഒരു പൊള്ളൽ തന്നെ മാറിയില്ല കുക്കിങ്ങിന് വന്നാണ്ട്. ഇനി ഇത് കുറച്ചു നേരം നല്ലോണം ഒന്ന് വാട്ടട്ടെ കേട്ടോ. ഈ തേങ്ങയൊക്കെ ഒന്ന് ഇതാവട്ടെ. അതിൻ്റെ ഇടയിൽ കുക്കിങ്ങിന് ഐസമ്മു വന്ന് ഐസമ്മു ഒക്കെ കുറച്ചും കൂടി ഓളമാക്കി പഞ്ചസാരയൊക്കെ ഇട്ടണം കേട്ടോ. പഞ്ചസാര നല്ല മധുരമുണ്ട്. എന്നിട്ട് സാധനം റെഡി ആയിന്. ഇനി നമുക്ക് അതിക്ക് ഒരു പാത്രത്തിൽ നല്ല ചൂട് കിട്ടണം. അപ്പം ഞാൻ ഒന്നുകൊണ്ട് ചൂടാറട്ടെ വിചാരിച്ചില്ലെങ്കിൽ തിന്നായൂലല്ലോ. അപ്പം ഞാൻ അതിലെന്നെ വെച്ചേക്കാണ്. അല്ല നമ്മളെന്ത് പണി എടുക്കുകയാണെങ്കിലും അപ്പം അതിക്ക് വന്നിക്കാണ്ട് കൂടും. എന്നിട്ട് ഓളോട് കൂടും പണി. ഓക്ക് ഒന്നാമത് കളിച്ചാനൊന്നും ആരുമില്ല. എന്നിട്ട് ഓൾ ഒറ്റക്കല്ലേ. അപ്പോൾ ഓള് നമ്മളിപ്പോൾ എല്ലാ പണിക്കും ഓളും അങ്ങോട്ട് കൂടും കേട്ടോ. ഇന്നാള് കൂടിക്കാണ്ട് കൈയൊക്കെ ഓള് ചട്ടിമ തൊട്ട് കൈയൊക്കെ പൊള്ളീന്. എന്നിട്ട് പറഞ്ഞാൽ കേൾക്കൂല. നിലത്തേക്ക് പിടിച്ചിട്ടാല് വീണ്ടും അവിടെ വന്ന് കയറും. സാധനം നല്ല വാടി നല്ല ഉഷാറായി വന്നാണ്. നമുക്ക് പ്ലേറ്റിക്ക് മാറ്റാട്ടോ. അല്ല ഇത് നമുക്ക് ഒരു പ്ലേറ്റിക്ക് മാറ്റട്ടോ. അപ്പൊ അതൊരു പ്ലേറ്റിക്ക് മാറ്റി. ഇനിയില്ലേ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇതില്ലേ ഐസമ്മൂൻ്റെതാട്ടോ. ഐസമ്മൂന് ഇന്നലെ വാങ്ങിയാല് 2 വാങ്ങിയാല് 1 കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കിട്ടണില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇന്നലെ ഞാനേ കൊടുക്കാതെ എടുത്ത് വെച്ചതേനി. 2 ഒപ്പം തിന്നാല് ശരിയാവില്ലല്ലോ. അപ്പോഴാണ് ഇന്ന് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് എനിക്ക് തോന്നിയത്. ഇനി ലാസ്റ്റ് നമുക്കില്ലേ കുറച്ച് കേട്ടോ, അധികമൊന്നും വേണ്ട. കുറച്ച് തേന് ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പോൾ സാധനം റെഡി ആയി കേട്ടോ. ഇത്ര പണിയുള്ളൂ, സിമ്പിൾ. എൻ്റെ സാധനം സെറ്റ് ആയിന് കേട്ടോ. ഇതാണ് സാധനം. കുറച്ച് തേനും അതിൻ്റെ മേൽക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് തിന്നോക്കിയാണ്. ടേസ്റ്റ് ഉണ്ടോ? ഇമ്മാനായിട്ട് നമ്മള് ടേസ്റ്റ് വെക്കാൻ കൂട്ടണം. രസമുണ്ട്, നല്ല രസമുണ്ട് എന്നപ്പോ ഉമ്മ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് തിന്നോക്കാം. അപ്പൊ അതാ ഞാൻ കുറച്ച് തിന്നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന് കേട്ടോ. അങ്ങനെ സാധനമൊക്കെ ഉണ്ടാക്കി തിന്നലൊക്കെ കഴിഞ്ഞു. അടിപൊളി. ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ തിന്നു. പെട്ടെന്ന് തീർന്നു. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഒരു പായും ഓളൊരു ബോൾ ഐസ്ക്രീമും ഉള്ളേനി. അപ്പം ഞാൻ അതിനുള്ളവർ ഉണ്ടാക്കലാട്ടോ ഉണ്ടാക്കിയത്. അപ്പം എന്തുണ്ടാക്കിയാലും എന്ത് കുക്ക് ചെയ്താലും വേണ്ടിയില്ല, അടുക്കള നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഇമ്മാൻ്റെ അടുക്കള എപ്പോഴും ഉമ്മാക്ക് ഒരു പാത്രം ആടി വാടി ഇങ്ങനെ നിരന്ന് കാണരുത്. അതിങ്ങനെ എപ്പോഴും തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കിയിടണം എന്നാണ് ഉമ്മ പറയല്. അപ്പം പിന്നെ ആ പണിയും കഴിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ നിരത്തിയ പാത്രമൊക്കെ ഞാൻ എടുത്ത് വെച്ച് കഴുകി വെച്ച് ഞാൻ തുടച്ച് വൃത്തിയാക്കി. അവിടെ ഫുള്ളും ഇങ്ങനെ ഗിൽസാട്ടോ നമ്മളെ അടുക്കളക്ക്. പിന്നെ ഇവിടെയൊക്കെ ഉമ്മ ഉറുമ്പ് പൊടി ഇട്ടതാ. ഫുള്ള് ഉറുമ്പ്. എന്തുണ്ടാക്കിയാലും അതിലൊക്കെ ഉറുമ്പ്. നിങ്ങളോടൊക്കെ ഉണ്ടോ ഇങ്ങനെ ഉറുമ്പിൻ്റെ പ്രശ്നം? ഇനി മഴ ആയിട്ടാണോ എന്താണെന്ന് അറിയൂല കേട്ടോ. ഭയങ്കര ഉറുമ്പ്. നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അതിൽ ഉറുമ്പ്. അതേപോലെ നമ്മൾ ഡ്രസ്സിൽ ഉറുമ്പ്. ആകെ ഉറുമ്പ്. പേര മുഴുവൻ ഉറുമ്പ്. അപ്പം ഉമ്മ ഇങ്ങനെ ഭക്ഷണത്തിലൊക്കെ തിന്നണേലൊക്കെ കയറുക. എന്നിട്ട് ഉമ്മ ഇങ്ങനെ അവിടെ ഉറുമ്പ് പൊടി ഇട്ടച്ചതാട്ടോ, അതിൽ കയറാതെ വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് രസമുണ്ടായിന്. ഇപ്പം ഇനി ബാങ്ക് കൊടുക്കാനായി, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഫുള്ള് മൊത്തത്തിലേ നേരം വൈകിയോണ്ട് വീഡിയോ എടുക്കാനൊക്കെ നേരം വൈകിട്ടോ. പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ. അപ്പോൾ ലൈറ്റും വെളിച്ചമൊക്കെ കുറച്ച് കുറവായി. കാരണം ബാങ്ക് കൊടുക്കാൻ ഇരുട്ടായി തുടങ്ങിയിട്ടു. ഇരുട്ടായി പറഞ്ഞാൽ എല്ലായിടത്തും ഇരുട്ടാവാൻ സമയം ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് വേഗം ഇരുട്ടാവും. നമ്മളിങ്ങനെ താഴെ നിൽക്കണതിനോട് തന്നെ. പിന്നെ ഫുള്ള് മരല്ലേ, ചുറ്റൂറൊക്കെ മരല്ലേ. അപ്പം ഒന്ന് നമുക്ക് വേഗം ഇരുട്ടാവും കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചം ഇങ്ങനെ കുറച്ച് കുറവുണ്ട്. അതാട്ടോ മുഖം ഇങ്ങനെ വേറെ മോഡലിൽ കാണുന്നത്, വെളിച്ചം കുറവുള്ളതിനോടാട്ടോ. പിന്നെ എന്താ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാ.
പിന്നെന്താ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണ്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ. വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാം. പിന്നെ നമുക്ക് ചോറുക്ക് മീൻ കിട്ടിട്ടോ. മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് നമ്മൾ മീൻ വാങ്ങയില്ല. ഇതിലെങ്ങനെ കൊണ്ടുവരുന്ന മീനാട്ടോ, നമ്മൾ അങ്ങാടിയിലൊന്നും പോയിക്കാണ്ട് വാങ്ങയില്ല, ഇതിലെങ്ങനെ കൊണ്ടുവരുന്നതാ. അപ്പം അത് ഒരു രസവും ഇല്ല, എന്തോ പഴയപ്പം മീനും ഇല്ലാണല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ഇരിക്കൂല കൊണ്ടുവരുന്ന രസമില്ലാത്തതിനോട്. എനിക്ക് പിന്നെ മീൻ അങ്ങനെ വേറെ ഉപ്പേരികളില്ല, ഇങ്ങനെ ചെറുപ്പയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, മുട്ട ഇങ്ങനെ പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കത് മതി കേട്ടോ. പിന്നെ മീൻ തന്നെ വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം ഉമ്മ പറഞ്ഞെന്ന് കുറേ ആയില്ല മീൻ കൂട്ടിയിട്ട് പറഞ്ഞാണ്ട് ഇന്ന് മീൻ വാങ്ങിയിട്ടോ. മീൻ വാങ്ങി അത് വലിയൊരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. മീൻ വാങ്ങിയിട്ട് ഉമ്മ ബത്തലും പിന്നെ എന്താ അയില എന്തോ ഒരു മീൻ അതൊക്കെ വാങ്ങിയിനി, കുറേശ്ശെ വാങ്ങിയിട്ടോ. കേട്ടോ ഒരു ടേസ്റ്റേ ഇല്ല. പൊരിച്ചതും കറിയൊക്കെ പൊരിച്ചും ചെയ്ത് കറിയൊക്കെ വെച്ചൊക്കെ ചെയ്തേനി ഉമ്മ. കുറേ ആയില്ല കൂട്ടിയിട്ട് പറഞ്ഞാണ്ട് വാങ്ങിയതാണ്. അപ്പം ഒരു രസം തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കനും ഇതൊക്കെ അല്ലേനോ. അപ്പം പിന്നെ അങ്ങനെ മീൻ വാങ്ങിയിട്ടേ ഇല്ലേനു. ഞാൻ വന്നാരം തന്നെ മീൻ വാങ്ങിയില്ല, എന്നാ വാങ്ങണത്. എന്നിട്ട് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അമ്മനോട് പറഞ്ഞാലും നല്ല വാങ്ങാതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഉച്ചക്ക് അപ്പം നമുക്ക് മീൻ കിട്ടി കുറേ ദിവസത്തിന് ശേഷം. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മൾ നേരെ വൈകി ചോറ് തിന്നലും ഇതൊക്കെ ആയതിനോട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്ന് ഫുള്ള് മൊത്തത്തിൽ നേരം വൈകിയ ദിവസം. പിന്നെ നമ്മൾ കുറച്ച് അളുക്കും പാത്രമൊക്കെ ഒന്ന് കഴിക്കുന്നത്, ഇനി കുറച്ചും കൂടി കഴുകാണ്ട്. താഴെയുള്ള ഷോക്കേസത്തെ ചെറിയ കുപ്പികളൊക്കെ ഒന്ന് കഴുകിട്ടോ. ഞാൻ മേലുള്ള വലിയ കുപ്പികളൊക്കെ ഒന്ന് കഴുകാണ്ട്. അപ്പം പിന്നെ മൊത്തത്തിലൊന്ന് നേരം വൈകിയ ദിവസവും രാവിലെ ചായക്കടി ആവാനും നേരം വൈകിനി. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇതായത് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴുകാൻ നിൽക്കലും പിന്നെ വെയിലില്ലേ, വരിക ഒന്ന് മഴ പക്ഷേ പെയ്തില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഒരു വെയിൽ ഒരു മഴ ഒരു വെയിൽ അങ്ങനെയാണ്. ഇന്ന് പക്ഷേ വെയിലുണ്ട്, മഴ ഇപ്പോഴാണ് പെയ്തത് വൈകുന്നേരമായപ്പോൾ. അപ്പോൾ തിരുമ്പിയത് അങ്ങോട്ട് ഇടുക, വെയിലുള്ളടത്തേക്ക് ഇടുക, മറിച്ചിടുക, ഉണക്കിയെടുക്കുക, അതൊക്കെ ആയിട്ട് ഇങ്ങനെ നേരമായിട്ട് പോയി. പിന്നെ കുറച്ച് നേരം ഫോണുമ്മലൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് ഫോണുമ്മൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് പോവുകയല്ലോ. ഇരുന്നാൽ പിന്നെ അങ്ങനെ സമയം പോണത് അറിയില്ല. അപ്പോൾ കുറച്ച് നേരം ഫോണുമ്മൽ നോക്കിയിരുന്ന് അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നേരെ വൈകിയൊരു ദിവസേനി. പിന്നെന്താ, ഇപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒറ്റക്കായിട്ട് എന്താ പറയണ്ടേ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. പിന്നെ അല്ല ചിന്നൂനെ ചോദിച്ചിനി വീഡിയോയിൽ. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഇൻഡോടാട്ടോ നിൽക്കണത്. ഇൻഡോർക്ക് വന്നിട്ട് കുറച്ചായി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നവിടെ പോയി വന്നീനി കേട്ടോ. ഇപ്പോൾ ഒരു മാസത്തോളമൊക്കെ ആയി ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരാഴ്ച അവിടെ പോയി, 8 ദിവസം അവിടെ പോയി നിന്ന് വന്നീനി. പിന്നെ അവിടെ തന്നെയാണ് കേട്ടോ ഫുള്ള്. അന്ന് പിന്നെ ഞാൻ അവിടെ പോയി ഇടയിലൊന്നും ഞാൻ വീഡിയോ ചെയ്യലേനി. കുറച്ച് ദിവസം ഞാൻ നിർത്തി വെച്ചിരുന്നല്ലോ, മരണം ഇതൊക്കെ വന്നു. അപ്പോൾ ആ അതിലേനി പിന്നെ ഞാൻ പോയി അപ്പോഴൊന്നും വീഡിയോ ഇടൽ തുടങ്ങിയിട്ടില്ലേനി. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് വീണ്ടും ഞാൻ വീഡിയോ ഇടൽ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ചിന്നു വീഡിയോയിൽ ഇല്ലാത്തത് കേട്ടോ. ഞാൻ ഇൻഡോടാണ്, ചിന്നു അവിടെ വായക്കാടാണ്. അപ്പോൾ ഇനി ആരൊക്കെ അങ്ങനെ ആരോ ഒന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നല്ലോ ചിന്നുവിനെ. അപ്പോൾ ഞാൻ റിപ്ലൈ തന്നീനി, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.